ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു പ്രിലിംസ് സിലബസ് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കിനെ പറ്റി PSC മുൻ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഐ ഡ്രിങ്ക് ടീ. ദ സെന്റൻസ് ഈസ്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. അപ്പോൾ പ്രസ്താവനകളെയോ വസ്തുതകളെയോ സൂചിപ്പിക്കുന്ന വാചകങ്ങളെ എന്ത് സെന്റൻസ് എന്നാ പറയുന്നത്? അസേർട്ടീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. അസേർട്ടീവ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസിന്റെ മറ്റ് രണ്ട് പേരുകളാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്, അതുപോലെ അഫിർമേറ്റീവ് സെന്റൻസ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അഫിർമേറ്റീവ് സെന്റൻസ്. ഇവിടെ ഉത്തരം എന്താണ്? അഫിർമേറ്റീവ് സെന്റൻസ്. അപ്പോൾ പ്രസ്താവനകളെയോ വസ്തുതകളെയോ സൂചിപ്പിക്കുന്ന വാചകങ്ങളെ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നു. അസേർട്ടീവ് സെന്റൻസിന്റെ മറ്റ് രണ്ട് പേരുകളാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്, അഫിർമേറ്റീവ് സെന്റൻസ്. ഇനി എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യരൂപത്തിൽ വരുന്ന വാക്യങ്ങളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ചോദ്യ രൂപത്തിൽ വരുന്ന വാക്യങ്ങളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം, പിന്നെ WH ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. അടുത്തത് ഇമ്പറേറ്റീവ് സെന്റൻസ്. ആജ്ഞ, അപേക്ഷ, ഉപദേശം എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസിനെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നത്. ആജ്ഞ, അപേക്ഷ, ഉപദേശം എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ് ഏത്? ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇനി എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്? ആശ്ചര്യം, ആഹ്ലാദം, പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ എന്നിവ പ്രകടമാക്കുന്ന വാക്യങ്ങളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം ഒരു പ്രസ്താവന ആയതുകൊണ്ട് എന്ത് സെന്റൻസാ? അഫിർമേറ്റീവ് സെന്റൻസ് ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കോംപ്ലക്സ് സെന്റൻസ്. ഇതില് കോംപ്ലക്സ് സെന്റൻസ് കണ്ടെത്തുക. അപ്പൊ എന്താണ് കോംപ്ലക്സ് സെന്റൻസ്? ഞാൻ ടൈപ്പ് ഓഫ് സെന്റൻസിന്റെ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് സെന്റൻസസ്. അപ്പോൾ അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. അതുപോലെ പ്ലസ് ടു പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തന്നെ സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും മലയാളത്തിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. SCRT ബേസ്ഡ് ആയിട്ട് മലയാളം എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ പോയി ഇത് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് രണ്ടാമതൊരു ചാനലുണ്ട്, ഒരു വ്ളോഗ് ചാനലാണ്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെന്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? കോംപ്ലക്സ് സെന്റൻസ്. ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, പിന്നെ അതിന്റെ കൂടെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓപ്ഷൻ C ഒന്ന് നോക്കാം. ഇവിടെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. വിച്ച് പ്ലേസ് വെൽ എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ്, അതായത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇവിടെയൊക്കെ ഉണ്ടോ? ഈ ആദ്യത്തെ സെന്റൻസ് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഓവൻ ഹാസ് എ പിയാനോ, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ഇറ്റ് പ്ലേസ് വെൽ, അതും കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അതിനെ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുവാണ്. ഇവിടെ മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഓവൻ ഹാസ് എ പിയാനോ ബട്ട് ഡസ് നോട്ട് പ്ലേ വെൽ. ഇതും എന്താണ്? രണ്ടും മീനിങ് ഉള്ളതാണ്. ഓവൻ ഹാസ് എ പിയാനോ, ഇറ്റ് ഡസ് നോട്ട് പ്ലേ വെൽ, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിച്ച് പ്ലേസ് വെൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന എന്തില്ല? മീനിങ് ഇല്ല. ഓവൻ ഹാസ് എ പിയാനോ അതിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഇതിന് മീനിങ് ഉള്ളത്. ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ഉള്ളത് കൊണ്ട് ഇതാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ A എന്ന് പറയുന്നത് എന്ത് ടൈപ്പാ? സിമ്പിൾ സെന്റൻസ് ആണ്. അതിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. ഓവൻസ് പിയാനോ പ്ലേസ് വെൽ, അപ്പൊ അതെന്ത് സെന്റൻസാ? അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓപ്ഷൻ Bയും Dയും എന്താണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞു? രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ട്. രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ടെങ്കിൽ അത്
കോമ്പൗണ്ട് സെന്റൻസ് ആണെന്നും ഓർക്കുക. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി ഈസ് എ. അപ്പൊ ഇത് എന്ത് ടൈപ്പ് സെന്റൻസാ? ഇതെന്ന് പറയുന്നത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്താന്ന് പറഞ്ഞു? സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന രണ്ടോ അതിലധികമോ ഘടകവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ട് ശരിക്കും. എന്താണ്? ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് റെഗുലർലി, ഹി പ്രാക്ടീസ് ഫുട്ബോൾ റെഗുലർലി. ഇത് രണ്ടും അർത്ഥമുള്ള സ്വതന്ത്രമായി നിൽക്കാവുന്ന രണ്ട് സെന്റൻസുകളാണ്. ഇതിനെ യോജിപ്പിച്ചിരിക്കുകയാണ്, ആൻഡ് ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എന്ത് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസ് കണ്ടെയ്ൻസ് ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് ക്ലോസസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്. ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് റെഗുലർലി, ഹി പ്രാക്ടീസ് ഫുട്ബോൾ റെഗുലർലി. ഓക്കെ, അപ്പൊ ഇതെന്ത് സെന്റൻസാ? കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഹി പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇതെന്താണ്? ഹി പ്ലേസ് പിയാനോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ആണ്. അപ്പൊ എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അഫിർമേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പൊ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു ആജ്ഞയാണ്, ഒരു കമാൻഡ് ആണ്. അപ്പോൾ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏത് സെന്റൻസ് അത്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഓർക്കാം? ഇമ്പരേറ്റീവ് സെന്റൻസ് എപ്പോഴും വെർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് പറയുന്ന എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എമംഗ് ദ ഫോളോയിങ്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ്, ചോദ്യം ചോദിക്കുന്നതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് ഏതിൽ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ. വൈ ഡു യു ആസ്ക് മീ ടു ഗോ ദെയർ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസാ. രണ്ടാമത്തത്, ദ പ്രിൻസിപ്പൽ ഡെലിവേർഡ് എ ഗുഡ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആണിത്. പ്ലീസ്, പിന്നെ അത് കഴിഞ്ഞ് വെർബിലല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഓപ്പൺ ദ ഡോർ. ഹൗ ഫെന്റാസ്റ്റിക് ദ സീൻ വാസ്, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അപ്പൊ ഇത് എന്ത് സെന്റൻസാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓക്കെ, അടുത്ത ചോദ്യം, നോട്ട് വിസ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക് ഹി ഡിഡിന്റ് സക്സീഡ്. The above simple sentence can be converted into a compound sentence. The VEO ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 2019 ചോദിച്ച ചോദ്യമാണ്. നോട്ട് വിസ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക് ഹി ഡിഡിന്റ് സക്സീഡ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ്? ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്, അതിനെ നമുക്ക് കോമ്പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ എന്തുണ്ടായിരിക്കും? ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് ഇൻഡിപെൻഡന്റ് ക്ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? നോട്ട് വിസ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക് ഹി ഡിഡിന്റ് സക്സീഡ് അല്ലേ? അപ്പോ അയാള് ജോലി ചെയ്തു, നന്നായിട്ട് കഠിനമായിട്ട് അയാൾ പ്രയത്നിച്ചു. ഹി വർക്ക്ഡ് ഹാർഡ്, he didn't succeed. He worked hard, he didn't succeed. ഇതാണ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. നോട്ട് വിസ്റ്റാൻഡിങ് ഹിസ് ഹാർഡ് വർക്ക് ഹി ഡിഡിന്റ് സക്സീഡ്. ഹി ഡിഡിന്റ് സക്സീഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്ലോസും ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുന്നത് മറ്റൊരു മെയിൻ ക്ലോസും ആണ്. അപ്പോൾ സിമ്പിൾ സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. കോമ്പൗണ്ട് സെന്റൻസിൽ രണ്ട് മെയിൻ ക്ലോസ് വേണം. അപ്പൊ രണ്ട് മെയിൻ ക്ലോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ
he worked hard yet didn't succeed. ഇതല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്ന് കിട്ടും he worked hard, he didn't succeed. അപ്പൊ he worked hard yet didn't succeed. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. ഇത് KS പേപ്പർ 2-ന് ചോദിച്ചതാണ്. KS പേപ്പർ 2-ന് ചോദിച്ച ചോദ്യമാണ്. വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു എന്ന് പറയുന്നത് എന്ത് സെന്റൻസാ? ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെന്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, പിന്നെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും ഉണ്ടായിരിക്കും. ഇവിടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഗോഡ് ഹെൽപ്സ് യു. ഗോഡ് ഹെൽപ്സ് യു എന്ന് പറയുന്ന ഒരു മെയിൻ ക്ലോസ് ആണ്. വെൻ എവറിത്തിങ് ഫെയിൽസ്, അതാണ് എന്ത്? ഇവിടുത്തെ സപ്പോർട്ടിംഗ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ ആ ടൈപ്പ് സെന്റൻസ് ആണ് എന്ത്? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സിമ്പിൾ കോംപ്ലക്സ് സെന്റൻസ്, അതുപോലെ അസേർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫിർമേറ്റീവ് സെന്റൻസ്, പിന്നെ ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പൊ നിങ്ങൾ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് സെന്റൻസ്, അതായത് സെന്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ആദ്യം ആ 4 സെന്റൻസ് ഏതൊക്കെയാ? അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അതൊരു ടൈപ്പ് പഠിക്കാം. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ളത് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ് ആണ്. സിമ്പിളിനെ എങ്ങനെ കോമ്പൗണ്ട് ആക്കാം, കോമ്പൗണ്ടിനെ എങ്ങനെ കോംപ്ലക്സ് ആക്കാം, ആ ഒരു രീതി പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതും കൂടി കണ്ട് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.